ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കീമിന്റെ അഡ്മിറ്റ് കാർഡ് ഔട്ട് ആയിട്ടുണ്ട്. സോ ഭയങ്കര ഇമ്പോർട്ടന്റ് കാര്യമാണ്. അഡ്മിറ്റ് കാർഡിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പം എക്സാം ഡേറ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ബഫർ ഡേറ്റ് എടുത്തിട്ടില്ല. 17th ഏപ്രിൽ തൊട്ട് 22nd ഏപ്രിൽ 2026 ആണ് നമ്മുടെ എക്സാംസ് നടക്കുന്ന ഡേറ്റ്സ്. ആൻഡ് സെന്റേഴ്സ് പറഞ്ഞ പോലെ തന്നെ മുംബൈ, ന്യൂഡൽഹി, ചെന്നൈ, ബാംഗ്ലൂർ, ബഹ്റിൻ, കുവൈറ്റ് എല്ലാം ഉണ്ട്. പോർട്ടലിൽ പോയിട്ട് വേണം നമ്മൾ ഈ ഒരു ഡൗൺലോഡിങ് കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട്. അപ്പം മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു പോർട്ടലിൽ പോകണം. എന്നിട്ട് ലോഗിൻ വിത്ത് യുവർ ആപ്ലിക്കേഷൻ നമ്പർ ആൻഡ് പാസ്വേഡ്. എന്നിട്ട് അഡ്മിറ്റ് കാർഡ് ഇന്റെ പ്രൊഫൈൽ മെനുവിൽ ഉണ്ടാവും. എന്നിട്ട് കളർ പ്രിന്റ് ഔട്ട്, അതായത് ഇപ്പൊ നമ്മൾ എക്സാമിന് പോകുമ്പോഴത്തേക്കും കളർ പ്രിന്റ് ഔട്ട് എടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് അവർ പ്രിഫറബിളി പറയുന്നത്. ആകെ കുറച്ച് രൂപയുടെ വ്യത്യാസമല്ലേ ഉള്ളൂ. നിങ്ങൾ കളർ പ്രിന്റ് തന്നെ എടുത്തിട്ട് പോയാൽ മതി. ഓക്കെ, അതായിരിക്കും നല്ലത്. അല്ലാതെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കാൻ നിൽക്കണ്ട. പിന്നെ അതുകൂടാതെ ഒരു കാര്യം, അഡ്മിറ്റ് കാർഡ് കിട്ടാത്തവർ ആരൊക്കെയാന്ന് വെച്ചാൽ ഇത് കുറച്ച് ഡിഫക്ട്സ് ഉള്ളവരാ. ഇത് ഫോട്ടോഗ്രാഫിനോ സിഗ്നേച്ചറിനോ അല്ലെങ്കിൽ 10th സർട്ടിഫിക്കറ്റിനോ എന്തെങ്കിലും ഡിഫക്ട്സോ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാത്തവർക്കാണ് എന്ത് അഡ്മിറ്റ് കാർഡ് കിട്ടാത്തത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടി, പിന്നെ അല്ലെങ്കിൽ പേയ്മെന്റ് ഫുള്ളി പേ ചെയ്യാത്തവര്, അല്ലെങ്കിൽ ബാലൻസ് ആപ്ലിക്കേഷൻ ഫീ എന്തെങ്കിലുമൊക്കെ പേ ചെയ്യാനുള്ളവര്, അവർക്ക് വേണ്ടി അല്ലെങ്കിൽ അവർക്കൊക്കെയാണ് അഡ്മിറ്റ് കാർഡ് റിലീസ് ആവാത്തത്. അപ്പം ഇവർക്ക് ഇതെല്ലാം ഫില്ല് ചെയ്യാനുള്ള ഒരു ലാസ്റ്റ് ഡേറ്റ് ആണ് എന്ത് 4 PM 15th ഏപ്രിൽ. അപ്പൊ അതിന് മുന്നേ തന്നെ നിങ്ങൾ ഈ ഡിഫക്ട്സ് എല്ലാം സോർട്ട് ഔട്ട് ചെയ്യണം. ഇത് മെയിൻ ആയിട്ടുള്ള ഡിഫക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാമല്ലോ, അതായത് ഡിഫക്റ്റീവ് ഫോട്ടോ, സിഗ്നേച്ചർ, അല്ലെങ്കിൽ 10th സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ആയിട്ടില്ല, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫീ പെൻഡിങ് ആയിട്ടുണ്ട്. അപ്പൊ ഈ ഡിഫക്ട്സ് എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങൾ 15th ഏപ്രിൽ വരെ സമയമുള്ളൂ. അതിനുള്ളിൽ നിങ്ങൾ ചെയ്തിരിക്കണം. അപ്പത്തേക്കും ബാലൻസ് ഫീ എന്ന് പറയാൻ, ഫീ അടച്ചു കഴിഞ്ഞ ഉടനെ തന്നെ റിലീസ് ആഫ്റ്റർ ഓൺലൈൻ ഫീ പേയ്മെന്റിന് ശേഷം തന്നെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. ബാക്കിയൊക്കെ 15th ഏപ്രിൽ 4 PM വരെ ഉള്ളു സമയം. അപ്പൊ അതിനുള്ളിൽ നമ്മൾ ചെയ്താൽ നമുക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടത്തുള്ളൂ. ഈ എക്സാം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. സോ അഡ്മിറ്റ് കാർഡ് കിട്ടാത്തവര് ഒട്ടും വൈകിക്കാതെ കാര്യങ്ങളെല്ലാം ചെയ്യണം. മെയിനായിട്ട് അറിയാലോ, ഫോട്ടോയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലായിരിക്കും ചിലപ്പം, അല്ലെങ്കിൽ ചിലപ്പോൾ 10th സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യത്തില്ല, ചിലപ്പോൾ ഫീസ് എന്തെങ്കിലുമൊക്കെ പെൻഡിങ് ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അഡ്മിറ്റ് കാർഡ് നമുക്ക് കിട്ടാത്തത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കാതെ സൊല്യൂഷൻ നോക്കുക. ഒന്നെങ്കിൽ റീ അപ്ലോഡ് ചെയ്യുക ഫോട്ടോ അല്ലെങ്കിൽ സിഗ്നേച്ചർ റീ അപ്ലോഡ് ചെയ്താൽ മതി. പിന്നെ 10th സർട്ടിഫിക്കറ്റും അപ്ലോഡ്, ഒറിജിനൽ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റിന്റെ PDF കോപ്പി അപ്ലോഡ് ചെയ്യണം. ചിലപ്പോൾ പ്രോപ്പർ ഫോട്ടോ എടുക്കാത്തതിന്റെ ആവാം, അല്ലെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഇതുവരെ ഇഷ്യൂ ആക്കാതെ, ലൈക്ക് എന്തെങ്കിലും റീസൺസ് കൊണ്ടായിരിക്കുമല്ലോ നിങ്ങളിത് ചെയ്യാത്തത്. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ദയവ് ചെയ്ത് വേഗം തന്നെ ചെയ്യുക. ഇത് ഒരു ലൈക്ക് തമാശയല്ല, നമുക്കിത് ഭയങ്കര ഇമ്പോർട്ടന്റ് എക്സാം ആണ്. ഏതൊരു കോളേജിൽ ഈവൻ ദോ നിങ്ങളുടെ ഒരു 20-25 മാർക്സ് നിങ്ങൾക്ക് കിട്ടിയാൽ പോലും ചിലപ്പോൾ അത്രയും അത് പാസ് മാർക്കായിട്ട് കീമിനില്ല. പക്ഷെ അവർ പ്രിഫറബിളി പറയുന്നത് 20-25 മാർക്സ് ഫുള്ളി വേണം എന്നാണ് പറയുന്നത്. ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കോളേജിലൊക്കെ കയറുമ്പോൾ അവർ അത്രയാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എക്സാം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മോസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് തരുന്നത്. സോ നിങ്ങൾ മിസ് ഔട്ട് ചെയ്യാതെ ചെയ്യുക. പിന്നെ അഡ്മിറ്റ് കാർഡിന്റെ കാര്യങ്ങൾ അറിയാലോ, അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ഡയറക്ട്ലി ഡൗൺലോഡ് ചെയ്യാം. അതും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഓപ്പൺ കീം പോർട്ടൽ, ആപ്ലിക്കേഷൻ നമ്പർ, പിന്നെ പ്രൊഫൈൽ കൊടുക്കുക, അത് കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിക്കുന്നുണ്ടെന്ന് അറിയാം, പക്ഷെ കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്യുക. കാരണം നമുക്കിനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. മോക്ക് ടെസ്റ്റ് ചെയ്യാൻ മറക്കരുത്. കാരണം മോക്ക് ടെസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇത് കാരണം കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, കുറച്ച് സമയമേ ഉള്ളൂ. അപ്പൊ മോക്ക് ടെസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് ആണ് അപ്പൊ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്. സോ അപ്പൊ മെയിൻ ആയിട്ട് അഡ്മിറ്റ് കാർഡ് കിട്ടിയവർ അതൊരു പെട്ടെന്ന് തന്നെ നിങ്ങളുടെ എക്സാം അടുക്കുന്നു എന്നുള്ളൊരു മൈൻഡിൽ വെക്കുക. അതുമായിട്ട് ടെൻഷൻ ആവാനല്ല, ബട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്യാൻ സമയമായിരിക്കുന്നു. വെറും ഒരു 9 ദിവസം കൂടെ ഉള്ളൂ നമ്മുടെ കയ്യിലിനി. ബാക്കി അഡ്മിറ്റ് കാർഡ് കിട്ടാത്തവർ ടെൻഷൻ അടിക്കാതെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാനിവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഡിഫക്റ്റീവ് ആണ് റീ അപ്ലോഡ് ചെയ്യുക, 10th സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തില്ല അത് ഒറിജിനൽ കോപ്പി കറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് എക്സാം ഹാളിൽ പോകുമ്പോഴത്തേക്കും നിങ്ങൾ ഒരു ആധാർ ID എടുത്തോണം. ആധാർ, പാൻ കാർഡ് ഐ ഡോണ്ട് തിങ്ക് സോ നിങ്ങൾക്ക് ആയെന്ന്. ആധാർ, ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ആയേക്കാം. ആധാർ, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ് അതൊക്കെയാണ് കറക്റ്റ് വേണ്ടത്. അപ്പൊ കറക്റ്റ് ഡീറ്റെയിൽസ് ഇവരും പറയുന്നുണ്ട്.
ആധാർ, പാസ്പോർട്ട്, റേഷൻ കാർഡ്, 12th ഹോൾ ടിക്കറ്റ് ഇതിലേതെങ്കിലും വേണം. ഓൾ വിത്ത് നമ്മുടെ ഫോട്ടോഗ്രാഫ് അതിലുണ്ടായിരിക്കണം. പിന്നെ ആബ്സെൻസിലാണ് ഗസറ്റ് ഓഫീസിൽ നിന്ന് കുറച്ച് +2 നമ്മൾ എക്സാം എഴുതി എന്നൊക്കെ ഉള്ളതിന്റെ ഫോമൊക്കെ വേണം എന്നൊക്കെ പറയുന്നത്. അത് ഭയങ്കര കോംപ്ലക്സ് കാര്യങ്ങളാണ്. അപ്പൊ അതിലും ഭേദം നമ്മളൊരു ആധാർ കാർഡോ പാൻ കാർഡോ കൊണ്ടൊക്കെ പോകുന്നതാണ്. പിന്നെ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും എടുത്തോ. വെറുതെ ലൈക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാലും ഞാൻ എപ്പോഴും ഒരു 2 ഫോട്ടോ ഇപ്പോഴും ഞാൻ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുമ്പോൾ ഞാൻ എടുക്കാറുണ്ട്. ലൈക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വെച്ചിട്ട്. സോ അതും നിങ്ങൾ പ്രിഫറബിളി ചെയ്യുക. സോ അതാണ്. സോ ഇത് കാമായിട്ട് നിങ്ങൾ അഡ്മിറ്റ് കാർഡൊക്കെ ഡൗൺലോഡ് ചെയ്യുക, പ്രിപ്പറേഷൻ ബൂസ്റ്റ് ചെയ്യുക. കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ നമുക്ക്. ഈ ഇൻഫർമേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. അഡ്മിറ്റ് കാർഡിൽ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ഏത് ഡേറ്റ് ആണ് വന്നിട്ടുള്ളത്. അതനുസരിച്ച് നിങ്ങൾക്ക് കുറച്ച് ദൂരെയുള്ള സ്ഥലത്താണെങ്കിൽ അതനുസരിച്ച് നിങ്ങളുടെ പ്ലാനിങ് ഒക്കെ ചെയ്ത് വെക്കണം നേരത്തെ തന്നെ. പിന്നെ സമയം എങ്ങനെയാണ് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റിൽ എന്നെ അറിയിക്കണം. ഏത് ദിവസമാണ് നിങ്ങൾക്ക് കിട്ടിയെന്ന് മാക്സിമം എല്ലാവരും കമന്റിൽ അയക്കണം. അപ്പൊ അതനുസരിച്ചുള്ള ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും ഒക്കെ ഞാൻ തരാം. ഓക്കെ, ബൈ ബൈ, സി യു. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മാക്സിമം എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാൻ ഈ ഷെയർ ചെയ്ത PDF നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ഞാനത് ഷെയർ ചെയ്യാം. നിങ്ങൾ നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാം. ഓക്കെ, ഓക്കെ, ബൈ ബൈ, സി യു.